ഞാൻ ചോദിക്കട്ടെ സാർ, അത് എത്ര വർഷം എടുത്തു നമ്മുടെ ഈ വീട് ഇല്ല, പൂർത്തിയാക്കാൻ വേണ്ടി? ടോട്ടലി നമുക്കൊരു 3 year കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്തതല്ലേ? ഒരു പ്ലാൻ ഉണ്ടാക്കാൻ ഒരു 2 വർഷം എടുത്തു, മൊത്തം ഒരു 5 വർഷം. ഐഡിയയിൽ പറയുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു, അതായത് ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള വീട് വേണം. ഇപ്പൊ താമസിച്ച ഞങ്ങൾ വളരെ ചെറിയൊരു വീട്ടിൽ നിന്നാണ് അങ്ങോട്ട് വരുന്നത്. കാരണം കുറച്ച് മുന്നേ ഉള്ള വീടാണ്, 20 years ബാക്കുള്ള ഒരു വീടാണ്. അത് ഫാക്ടറിയുടെ തൊട്ടടുത്താണ്. അപ്പൊ ഇനി പണിയുമ്പോൾ കുറച്ച് സ്പേഷ്യസ് ആയിട്ട് ഒരു 10-20 വർഷത്തേക്ക് ഒരു വീട് പണിയുക എന്നുള്ള ഒരു ഐഡിയയിലാണ്. അപ്പോ ഇനി നമ്മുടെ ടി വി ഒക്കെ കാണുന്ന സ്പേസിലേക്കാണ് പോകുന്നത്. ആൻഡ് ഈ ടി വി കാണുന്നതിന് തൊട്ടപ്പുറത്താണ് ഒരു ഓപ്പൺ കിച്ചൺ നിങ്ങൾ സെറ്റ് ചെയ്താക്കുന്നത് അല്ലേ? ഇതൊരു ഫാമിലി ലിവിംഗ് ആണ്. ലിവിംഗ് ഏരിയ ആണ്. ഓ നൈസ്. ആൻഡ് ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് കാണുന്നത് ഒരു ഫാനാണ്. ഒരു പ്രത്യേകത പറഞ്ഞു ആ ഫാനിന്റെ. എന്താ സാധനം ഒന്നുകൂടെ പറയാം? ഇതില് എന്തോ ആംബിയന്റ് ടെമ്പറേച്ചർ പ്യൂരിഫൈ ചെയ്തിട്ടോ അങ്ങനെ അതിന്റെ സിഗ്നൽ ആണ് ഇതിന്റെ അകത്ത്. ഇപ്പൊ ഗ്രീൻ ആണല്ലോ, ആ ടെമ്പറേച്ചർ എന്താണോ ഇതിന്റെ കറന്റ് സിറ്റുവേഷൻ അതനുസരിച്ച് അതിന് കളർ മാറിക്കൊണ്ടിരിക്കും. ഓ ഓക്കെ. അപ്പൊ റെഡ് ആണെന്നുണ്ടെങ്കിൽ റെഡ് ആണേ മോശമാണെന്നാണ് അഭിപ്രായം. ഇപ്പൊ ഗ്രീൻ ആണ്, പ്രശ്നമില്ല. ചിലപ്പോ ബ്ലൂ ആവും അത്. ഓക്കെ. ചില മാളുകളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ ഒരു മസാജിങ് ചെയർ കണ്ടല്ലേ, ഏതാണ്ട് അതേപോലെ ഇവിടെ ഒരു ചെയർ ഉണ്ട്. വർക്കിംഗ് ഒന്നും നമുക്ക് അറിയത്തില്ല, പക്ഷെ സാറ് കാണിച്ചു തരാന്ന് പറയുന്നത്. ഇതിലേക്ക് കിടന്നാലോ? ഓക്കെ, ധൈര്യമായിട്ടിരിക്കുകയല്ലേ, ഒരു പ്രശ്നമില്ല. ഓക്കെ, ഇവിടെ അടിപൊളി. ഇവിടെ ഇരുന്ന് നൈസ് ആയിട്ട് നമ്മൾ ടി വി ആയി ടി വി കൊടുത്ത് ഓണാക്കാലോ. ഇതാണ് സാർ പറഞ്ഞ പോലെ നമ്മൾ ഈ ഫാനിന്റെ ടെമ്പറേച്ചർ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫാനൊക്കെ അടിയിൽ നമ്മൾ ഫാമിലി ആയിട്ട് ഇങ്ങനെ വളരെ സുഖമായിട്ട്, ഭയങ്കര സുഖമുണ്ട് കേട്ടോ ഈ ചെയറിലിരിക്കാൻ. ഇത് ഇമ്പോർട്ടന്റ് അല്ലേ? അതെ, ഇത് സ്റ്റാൻഡേർഡ് ആണ്, സ്വാഭാവികം. ഈ ചെയറിലേക്ക് ഇരുന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള പ്രോഗ്രാംസ് ഒക്കെ നമ്മുടെ ഫാമിലിയുടെ കൂടെ കാണാം. ഇത്ര ഉള്ള സംഗതി. ഗ്ലാസിന്റെ പരിപാടികൾ വേണം എന്നുള്ളത് സാറിന് കൂടുതൽ ഓപ്പൺ ആയിട്ടുള്ള ഒരു ആംബിയൻസിന് വേണ്ടിയാണ് ഫുള്ള് ഗ്ലാസ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു അറബിക് ടച്ച് ഡിസൈനിൽ കൂടുതൽ തടി യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ആർക്കിടെക്റ്റിന്റെ പ്രിഫറൻസ് ആയിരുന്നു ജസ്റ്റ് ഇത് തന്നെ ചെയ്യണം. ഫുൾ ഓപ്പൺ ആണ്, ഞങ്ങളുടെ ഓപ്പൺ പരിപാടികളാണ്. സാറിന്റെ മനസ്സും ഭയങ്കര ഓപ്പൺ ആണ് അല്ലേ? അതിലേക്ക് പോകുന്നവരെ നമ്മളപ്പോ ഇവിടെ ഞങ്ങളുടെ ക്രൂവിന്റെ ചാർജർ നമ്മൾ കുത്തിവെക്കാൻ വേണ്ടി പ്ലഗ് ഒക്കെ നോക്കി. പ്ലഗ് കുറവാ, പക്ഷെ സ്വിച്ചും കാണാൻ വരുന്നില്ല. സ്വിച്ച് ഒക്കെ ഇവർ ഹൈഡ് ചെയ്തിട്ടേ വേറെയൊക്കെ ഒരു പാറ്റേൺ കൊടുത്തേക്കാണ്. സ്വിച്ച് ആണെന്ന് നമുക്ക് തോന്നത്തില്ല അല്ലേ? ഇത് കംപ്ലീറ്റ്ലി അതൊരു ഓട്ടോമേഷൻ സെറ്റപ്പ് ആണ്. ഇതിനകത്ത് റിമോട്ടിലൊക്കെ നമുക്ക് എല്ലായിടത്തും എല്ലാ സ്വിച്ചസ് ആക്സസ് ചെയ്യാം. അതുപോലെ സാധാ സ്വിച്ചിന്റെ പോലെ അല്ല, ജസ്റ്റ് ഇവിടെയാണ് ഇതിന്റെ ഓപ്പൺ വരുന്നത്. ഓക്കെ, ഓ നൈസ്. അതായത് സാർ പറയുന്നത് സ്വിച്ച് നമ്മൾ അമർത്തണം എന്നില്ല, വേണമെങ്കിൽ നമുക്ക് റിമോട്ടിൽ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഈ സ്വിച്ച് കാണുന്ന സമയത്ത് നമുക്ക് സ്വിച്ച് ആണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇത് പണിത് വെച്ചാക്കുന്നത്. ടെമ്പറേച്ചർ ഒക്കെ അതിന്റെ അകത്ത് തന്നെ കൺട്രോൾഡ് ആണ്. ആണല്ലേ? അതെന്താ 34 ഇത് റൂം ടെമ്പറേച്ചർ ഇതിന്റെ അകത്ത് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഓ നൈസ്. പിന്നെ ഈ വാൾസ് ഒക്കെ സാധാരണ മതിലല്ല, ഇവരെന്തൊക്കെയോ വേറെന്തൊക്കെയോ മെറ്റീരിയൽ വെച്ചിട്ടാണ്, ഗ്ലാസ് മെറ്റീരിയൽ വെച്ചിട്ടാണ് സെറ്റ് ചെയ്താക്കുന്നത്. ഇതാണ് കിച്ചൺ. കിച്ചൺ ആണെന്ന് തോന്നിക്കാത്ത ഒരു കിച്ചൺ ആണിത്.